ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം ചേരും. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം ഇന്ന് തുടരും. 2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിക്കും. സെപ്റ്റംബറിൽ ഇന്ത്യൻ ഓഹരി വിപണികളിൽ എത്തിയത് 57,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം. കഴിഞ്ഞ 9 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിക്ഷേപമാണിത്. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷം. ഗസയിലും പ്രതിരോധം ശക്തമാക്കി ഇസ്രായേൽ. പുരുഷ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ചും പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളിലും ചർച്ചകൾ നടക്കും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാൽദീവ്സ് പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകും. രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ എന്നിവരുമായി മുഹമ്മദ് മൊയ്സു കൂടിക്കാഴ്ച നടത്തും. നാളെ ആഗ്രയും മുംബൈയും സന്ദർശിക്കുന്ന മാൽദീവ്സ് പ്രസിഡന്റ് ബുധനാഴ്ച ബംഗളൂരുവിലെത്തും. ജമ്മു കശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ നാളെ. എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ശക്തമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തി. ജമ്മു കശ്മീരിൽ സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിൽ 3 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. ഹരിയാനയിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. റൌണ്ട് തിരിച്ചുള്ള വോട്ടെണ്ണലിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ക്രമീകരിക്കുന്നതുൾപ്പെടെ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ അവലോകനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, തെലങ്കാന, ഒഡീഷ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പ്രതിനിധിയും കേന്ദ്ര സായുധ പോലീസ് സേനയുടെയും വിവിധ കേന്ദ്ര സംസ്ഥാന വകുപ്പുകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ സന്നിഹിതരായിരിക്കും. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനായി 1000 കോടി രൂപ നീക്കിവച്ചതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3ാം തവണയും ഭരണത്തിലെത്തി 100 ദിവസം പിന്നിടുന്നതിനിടെ രാജ്യത്തുണ്ടായ മുന്നേറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1.5 ലക്ഷത്തിലേറെയായി ഉയർന്നു. ബഹിരാകാശ മേഖലയിൽ 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിച്ചത് പുതിയ സംരംഭകർക്ക് വലിയ പ്രോത്സാഹനമായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് കൂട്ടിച്ചേർത്തു. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം ഇന്ന് തുടരും. രാവിലെ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ശ്രദ്ധ ക്ഷണിക്കൽ, വിവിധ റിപ്പോർട്ടുകളുടെ സമർപ്പണം, ബിൽ അവതരണം എന്നിവയാണ് സഭയിലെ ഇന്നത്തെ നടപടിക്രമങ്ങൾ. 2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഭേദഗതി ബിൽ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയ. റേഷൻ വ്യാപാരികൾക്ക് കിറ്റ് വിതരണം ചെയ്തതിന്റെ കമ്മീഷൻ നൽകാത്തത് സംബന്ധിച്ച് ഉമാ തോമസ് മന്ത്രി GR അനിലിന്റെ ശ്രദ്ധ ക്ഷണിക്കും. തുടർന്ന് പിണറായി വിജയൻ സമിതിയുടെ 14ാമത് റിപ്പോർട്ട് സമർപ്പിക്കും. കൂടാതെ ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായ TP രാമകൃഷ്ണൻ കമ്മിറ്റിയുടെ 53 മുതൽ 57 വരെയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കും. പിന്നീട് കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ട് സഭ പരിഗണിക്കും. ഇതോടൊപ്പം സഭാ സമ്മേളനം പുനഃക്രമീകരിച്ചത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പും ഇന്നുണ്ടാകും. കേരളത്തിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റി. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി നിയമിച്ചു. നേരത്തെ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. PSC ചോദ്യപേപ്പർ തലേ ദിവസം വെബ്സൈറ്റിൽ വന്നതായുള്ള വാർത്ത വസ്തുതാ വിരുദ്ധമെന്ന് കേരള PSC. ഒക്ടോബർ 5 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചികയും പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. വസ്തുതകൾ അന്വേഷിക്കാതെ വാർത്ത നൽകിയത് ഗൌരവമായാണ് കമ്മീഷൻ കാണുന്നതെന്നും PSC വ്യക്തമാക്കി.
ഇന്ത്യൻ ഓഹരി വിപണികളിലെ വിദേശ നിക്ഷേപം 57,000 കോടി രൂപ പിന്നിട്ടു. നിക്ഷേപ വിവരക്കണക്കനുസരിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ 57,724 കോടി രൂപയാണ് ലഭിച്ചത്. കഴിഞ്ഞ 9 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിക്ഷേപമാണിത്. ഇന്ത്യൻ മൂലധന വിപണികളിലേക്കുള്ള മൊത്തമറ്റ നിക്ഷേപം 59,023 കോടി രൂപയായും ഉയർന്നിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ 1,800 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുമായി ചേർന്ന് നടത്തിയ തിരച്ചിലിൽ 2 പേർ അറസ്റ്റിലായി. ഭോപ്പാലിനടുത്തുള്ള ബഗ്രോദ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിന് ഇന്ന് തുടക്കമാകും. സമിതി പുനഃസംഘടിപ്പിച്ച ശേഷമുള്ള ആദ്യ യോഗമാണിത്. ഭക്ഷ്യവിലക്കയറ്റം, സാമ്പത്തിക വളർച്ച തുടങ്ങിയ വിഷയങ്ങളാണ് RBIക്ക് മുന്നിലുള്ളത്. അതേസമയം പ്രധാന പലിശ നിരക്കുകളിൽ RBI നിലവിലെ സ്ഥിതി തുടരാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തി. നിർമ്മിത ബുദ്ധി ആഗോളക്രമത്തിലെ ഏറ്റവും സുപ്രധാന ഘടകമായെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. നിർമ്മിത ബുദ്ധിയിൽ കരുത്താർജിക്കുന്ന രാജ്യങ്ങൾ ആഗോളതലത്തിൽ ശക്തരാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 3ാമത് കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് നടക്കുന്ന പല വിഷയങ്ങളും പ്രാദേശികമായി മാത്രം പരിഹരിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് ആഗോളവത്കരണം ശക്തി പ്രാപിച്ചതായി ശ്രീ ജയശങ്കർ അഭിപ്രായപ്പെട്ടു. The levels of globalization have reached a point where it's very difficult for any serious issue to be contained locally or even regionally. Today's day and age and the nature of globalization and the stakes involved and the impact that it has on the entire world, especially on the global south. Those who can try to make a difference should try and do it. And to some extent that's been the logic, the driving force, the thinking behind some of our activities, say for example in respect of Ukraine. ഗസയിൽ നിന്ന് ഹമാസിന്റെ ആക്രമണത്തിനുള്ള സാധ്യത മുൻനിർത്തി പ്രതിരോധം ശക്തമാക്കി ഇസ്രായേൽ. ഗസയ്ക്ക് സമീപം കൂടുതൽ സൈനികരെ വിന്യസിച്ചു. ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച് 1 വർഷം പിന്നിടുന്ന വേളയിലാണ് നടപടി. വടക്കൻ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിച്ചു. അതിനിടെ ലെബനനിൽ നിന്ന് ഇസ്രായേലി പ്രദേശത്തേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതോടെ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷവും രൂക്ഷമായി. ഗസയിലും മിഡിൽ ഈസ്റ്റ് മേഖലകളിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാജ്യങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചു. പാരീസ്, റോം, മനില, കേപ്പ് ടൌൺ, ന്യൂയോർക്ക് സിറ്റി തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ഇസ്രായേലിനെ അനുകൂലിച്ചും വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നു. 2023 ഒക്ടോബർ 7-നാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് തുടക്കമായത്. ബംഗ്ലാദേശിനെതിരായ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. ഗോളിയറിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശ് ഉയർത്തിയ 128 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ അനായാസം മറികടക്കുകയായിരുന്നു. ഇതോടെ 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലായി. പരമ്പരയിലെ 2ാം മത്സരം ബുധനാഴ്ച രാത്രി 7 മണിക്ക് ഡൽഹിയിൽ നടക്കും. T20 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ 6 വിക്കറ്റിന് വിജയിച്ചു. ഇന്ത്യയ്ക്കായി മലയാളി താരം ആശാ ശോഭന 1 വിക്കറ്റ് എടുത്തു. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരത്ത് നിന്ന് ഓറഞ്ച് ജാഗ്രതയും ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. മേഘാലയയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 10ഓളം പേർ മരിച്ചു. ദാലു, ഗാസുവപര മേഖലകളിലാണ് മഴക്കെടുതി ഏറ്റവും അധികം നാശം വിതച്ചത്. വിവിധയിടങ്ങളിൽ റോഡുകളും പാലങ്ങളും തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രളയബാധിത പ്രദേശങ്ങളിൽ ദേശീയ, സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം ചേരും. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം ഇന്ന് തുടരും. 2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിക്കും. സെപ്റ്റംബറിൽ ഇന്ത്യൻ ഓഹരി വിപണികളിൽ എത്തിയത് 57,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം. കഴിഞ്ഞ 9 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിക്ഷേപമാണിത്. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷം. ഗസയിലും പ്രതിരോധ ശക്തമാക്കി ഇസ്രായേൽ. പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.